ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നലെ പറഞ്ഞ എപ്പിസോഡിന്റെ ബാക്കി എപ്പിസോഡായിട്ട് പറയാൻ പോണത്. അപ്പോൾ എപ്പിസോഡ് 1 ഇന്നലെ, അപ്പോൾ 2 ഇങ്ങനെ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇനി മുതൽ റിവ്യൂ ഇടാൻ പോണത്. അപ്പോൾ എപ്പിസോഡ് 2 എന്നാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞത് അശ്വിൻ്റെ പിറന്നാളിന് അശ്വിൻ ആരും വിഷയമുണ്ടെന്ന് അശ്വിൻ നേരത്തെ പറഞ്ഞത് കൊണ്ട് തന്നെ ശ്രുതി ഒന്നും തന്നെ വിഷമമായിട്ട് ആകെ ഇരിക്കുകയായിട്ട് രാത്രി ആകുമ്പോഴും അശ്വിൻ ആലോചിക്കുകയാണ്. എന്നാലും ശ്രുതി വിഷ് ചെയ്തില്ലല്ലോ, ഞാനൊന്ന് വിഷ് ചെയ്യണ്ട, എൻ്റെ പിറന്നാൾ ആഘോഷിക്കേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇവളെന്താ എൻ്റെ പിറന്നാൾ ആഘോഷിക്കാത്തത്? ഇവൾക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്നോടുള്ള സ്നേഹം? വിവാഹം കഴിഞ്ഞുള്ള ആദ്യ പിറന്നാളല്ലേ, ഇവളെന്താ അതിനെക്കുറിച്ചൊന്നും പറയാത്തത് എന്നൊക്കെ ആലോചിച്ച് അശ്വിൻ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ അശ്വിൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴേക്കും അഞ്ജലി മുത്തശ്ശിയും എല്ലാം പിറന്നാൾ വിഷ് ചെയ്യുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞ്, ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞ്, ഹാപ്പി ബർത്ത്ഡേ മോനെ എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്യാണ്. ശ്രുതി മാത്രം അതൊന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. ശേഷം ശ്രുതിയുടെ അടുത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്താ കഴിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വിശപ്പില്ല മുത്തശ്ശി എന്ന് പറഞ്ഞ് അകത്ത് കയറി പോവാണ് ശ്രുതി. ശേഷം അശ്വിനും എന്തൊക്കെയോ കഴിക്കണ പോലെ കാണിച്ചു കൂടിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു മൂലക്ക് മാറി നിൽക്കുകയാണ്. അവിടേക്ക് നമ്മുടെ ആകാശ് വരുന്നുണ്ട്. ചേട്ടാ, എന്താ ആകാശ്? ചേട്ടാ, ഞാൻ ചേട്ടനടുത്തൊരു കാര്യം പറയട്ടെ. ശരിക്കും ഞാൻ ചേട്ടൻ്റെ ഇളയതാണെങ്കിലും ചേട്ടത്ത് ഈ കാര്യം പറയാതിരിക്കാൻ വയ്യ. എന്താ, നമ്മുടെ ഈ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് അവർ വളരെ സെൻസിറ്റീവ് ആണ് ഏട്ടാ. നമ്മൾ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അവർ ഓർത്തു വെക്കും. പക്ഷെ നമ്മൾ അതൊന്നും ഓർത്തു വെക്കില്ല. അവര് ഈ പിറന്നാള്, അതുപോലെ തന്നെ വിവാഹ ദിവസം, വിവാഹത്തിന്റെ കഴിഞ്ഞിട്ടുള്ള ആദ്യ രാത്രി, അങ്ങനെ പല കാര്യങ്ങളും അവർക്ക് നല്ല ഓർമ്മ വയ്ക്കും. കുഞ്ഞു ജനിക്കുമ്പോൾ ആ ദിവസം, ഇങ്ങനെ അങ്ങനെ പല കാര്യങ്ങൾ. പക്ഷെ നമ്മളൊന്നും ഓർത്തു വെക്കണമെന്നില്ല. അത് മറന്നുപോയി കഴിഞ്ഞാൽ അവർക്കത് വല്ലാത്ത വിഷമമാകും. ഇപ്പൊ തന്നെ നോക്ക്, ചേട്ടന്റെ പിറന്നാള് ശ്രുതി ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു. ചേട്ടനത് വേണ്ടെന്ന് പറഞ്ഞപ്പോ അവൾ എന്തുമാത്രം വിഷമിച്ചെന്ന് ചേട്ടൻ ആലോചിച്ചില്ലേ? ചേട്ടൻ അതെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യും, അല്ലാതെ ശ്രുതിക്ക് അത് വല്ലാതെ വിഷമവും, അവള് പിണങ്ങും എന്നൊക്കെ പറയാണ്. ശരിയാ നീ പറഞ്ഞത്, ഞാൻ മാനേജ് ചെയ്യാം, താങ്ക്സ് ആകാശ് എന്ന് അശ്വിൻ പറയാണ്. ശേഷം ശ്രുതിനെ എങ്ങനെ മെരുക്കിയെടുക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കട്ടെ നമ്മുടെ അശ്വിൻ. എന്നാലും ശ്രുതിനെ എങ്ങനെയോ ഒന്ന് മെരുക്കിയെടുക്കാം, ഐഡിയ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അശ്വിൻ അടുക്കളയിലേക്ക് കയറാണ്. വലിയൊരു ചരുവത്തിൽ നിറച്ചും വെള്ളം ഒഴിക്കുകയാണ്. വെള്ളമല്ല, സോറി, എണ്ണ ഒഴിക്കുകയാണ്. ശേഷം അതിലേക്ക് മാവ് ഇങ്ങനെ കുടഞ്ഞിടുവാണ്. പൊട്ടിത്തെറിച്ച് അശ്വിന്റെ മുഖത്തേക്ക് തന്നെ വീഴുവാണ്. എല്ലാവരും അത്ഭുതത്തോടെ ഒരു മൂലക്ക് മാറി നിന്നതൊക്കെ നോക്കുവാട്ടോ. അശ്വിൻ വേറെ ഒന്നുമല്ല, ശ്രുതിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ജിലേബി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാട്ടോ. ശേഷം അശ്വിൻ അങ്ങനെ പരിശ്രമിച്ച് 2 മണിക്കൂറിനുള്ളിൽ ഒരു 5-6 ജിലേബി എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയുടെ അടുത്തേക്ക് അശ്വിൻ പോവുകയാണ്. ശ്രുതി ഒരു മൂലക്ക് ഇങ്ങനെ മാറി നിന്നിട്ട് ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ശ്രുതി എന്ന് വിളിക്കുമ്പോഴേക്കും എന്താ എന്താ ചോദിക്കുകയാണ്. അല്ല, നീ വിഷമിച്ചിരിക്കുകയാണോ? എന്തിന്? എനിക്ക് ചേട്ടനോട് പിണക്കൊന്നുമില്ല എന്ന് പറയണം. ഞാൻ ഈ മുതൽ ചേട്ടാന്നേ പറയൂ കേട്ടോ. അശ്വിന സാറെന്ന് പറയുന്നില്ല, ചേട്ടാന്നേ പറയുള്ളൂ. എനിക്കെന്തിനാ ചേട്ടനോട് പിണക്കം? എനിക്കൊരു പിണക്കമില്ല എന്ന് ശ്രുതി പറയാണ്. എനിക്ക് മനസ്സിലായി, ഞാൻ പിറന്നാൾ ആഘോഷിക്കണമെന്ന് പറഞ്ഞോണ്ട് നിനക്ക് വല്ലാത്ത വിഷമമല്ലേ? എന്ത് പറയാനാ, എനിക്കും വല്ലാത്ത വിഷമമായപ്പോ നീ ചെയ്യണ പോലെ ഞാനും ചെയ്തു. സാധാരണ ഞാൻ വിഷമമായ ഞാൻ ജിലേബി ഉണ്ടാക്കാറ പതിവ്. ചേട്ടൻ എന്താ ചെയ്തത് എന്ന് ചോദിക്കുമ്പോ ഞാനും ചേട്ടൻ ജിലേബി ഉണ്ടാക്കിയോ? അതെ, നിനക്ക് വേണ്ടി സർപ്രൈസ് ജിലേബി ഇന്നാന്ന് പറയാണ്. അത് തുറന്നു നോക്കുമ്പോഴേക്കും ശ്രുതി ഞെട്ടിപ്പോവാണ്. ശ്രുതി പൊട്ടിച്ചിരിക്കുകയാണ്. ഇതാണോ ജിലേബി എന്ന് പറയാണ്. എന്തായാലും ചേട്ടൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയല്ലോ, താങ്ക്സ് ചേട്ടാ എന്ന് പറയാണ്. ശേഷം പറയുന്നുണ്ട് ശ്രുതി, ഇന്നാ നീ ഇത് കഴിക്കുന്ന പറയുമ്പോ അതെ, ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു മെഴുകുതിരി കത്തിച്ചു വെക്കാണ്. എന്നിട്ട് അശ്വിനോട് പറയണ്ട്, ഇത് ഊതിക്കെടുത്തിട്ട് നമുക്ക് ജിലേബി തിന്നാം എന്ന് പറയാണ്. അങ്ങനെ അശ്വിൻ ആ മെഴുകുതിരി ഊതുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് ചേട്ടാ, ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് ശ്രുതി പാടാണ്. ശേഷം ശ്രുതി അതിൽ നിന്നൊരു ജിലേബി എടുക്കാണ്. ഒരു കഷ്ണം ശ്രുതി കഴിക്കുന്നുണ്ട്. ഇത് സൂപ്പർ ആയിട്ടുണ്ട് ഏട്ടാ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇന്നാ ചേട്ടൻ കഴിക്കുന്നില്ലേ? അയ്യോ സോറി, ചേട്ടൻ ഇത് കഴിക്കാൻ പാടില്ലല്ലോ. പിറന്നാളല്ലേ, ഇച്ചിരി മധുരം കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഒരു കുറച്ച് ജിലേബി എടുത്ത് വായിലേക്ക് വെക്കുവാട്ടോ. വായിലേക്ക് വെക്കുന്നതും അശ്വിൻ ഞെട്ടിപ്പോണം. അയ്യേ ധൂ, ഇതെങ്ങനെ നീ തിന്നു? കൊള്ളില്ല, കഴിക്കുന്നു എന്ന് പറയണം. ആ സമയത്ത് അശ്വിൻ്റെ അടുത്ത് ശ്രുതി പറയുന്നുണ്ട്, ചേട്ടൻ എന്തുണ്ടാക്കിയാലും അത് വിഷമാണെങ്കിലും ഞാൻ കുടിക്കും ചേട്ടാ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ അശ്വിന് വല്ലാത്തൊരു അത്ഭുതം തോന്നട്ടെ. കാരണം അത്രമാത്രം കൊള്ളില്ല ജിലേബി അശ്വിൻ ഉണ്ടാക്കിയത്. എന്നിട്ട് ശ്രുതി അത് വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് കഴിക്കുകയാണ്. ശ്രുതി അപ്പൊ അശ്വിന് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. കുറെ നാൾ മുമ്പ് ഇതുപോലെ ഒരു ദിവസം ശ്രുതി ഇങ്ങനെ ഭക്ഷണം ഉണ്ടായപ്പോൾ വല്ലാത്തൊരു ശോഭയായിരുന്നു. അന്ന് അശ്വിൻ കഷ്ടപ്പെട്ട് കഴിച്ചപ്പോൾ ശ്രുതി അത് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അശ്വിൻ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, നീ ഉണ്ടാക്കിയതല്ലേ ശ്രുതി എനിക്ക് വേണ്ടി, ഞാൻ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ കഴിച്ചില്ല. അതുപോലെ തന്നെയാണ് ശ്രുതി ചെയ്തത് കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷമാവാണ്. ശേഷം ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ചേട്ടനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ഗിഫ്റ്റ് അശ്വിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ശേഷം ഇതെന്താന്ന് ചോദിക്കുമ്പോഴേക്കും അതാദ്യം ഇട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് വിടുകയാണ്. അതിനുശേഷം ബാത്റൂമിൽ പോയിട്ട് അശ്വിൻ വരുന്നേ ഇല്ല കേട്ടോ. ശ്രുതി പറയുന്നുണ്ട്, എന്താ ചേട്ടാ അതിട്ട്
വേഗം വാ എന്ന് പറയണം. ശ്രുതി ഇത് ഇടാൻ പറ്റുന്നില്ല, എന്താ അത് ടൈറ്റ് ആണോ? അത് ഭയങ്കര ഓവർ ടൈറ്റാ ശ്രുതി, അതെങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വാ ചേട്ടനാണെന്ന് കാണട്ടെ. ടൈറ്റ് ആണെങ്കിൽ അതിന്റെ സൈഡിൽ നൂല് പൊട്ടിച്ച് കളഞ്ഞാൽ മതി. ചേട്ടൻ ഇങ്ങോട്ട് വാ, ഞാൻ നോക്കട്ടെ. ശ്രുതി ഇത് ഒട്ടും ഇടാൻ പറ്റില്ല ശ്രുതി. ചേട്ടാ അതെങ്ങനെയെങ്കിലും ഇട്ടിട്ട് വാ ചേട്ടാന്ന് പറയാണ്. ശ്രുതി ഒട്ടും ഇടാൻ പറ്റില്ല, എന്നാ ചേട്ടൻ ഇറങ്ങി വാ എന്ന് ശ്രുതി പറയാണ്. അപ്പോഴേക്കും അശ്വിൻ ഇറങ്ങി വരുമ്പോ ശ്രുതി ഞെട്ടി പോവാട്ടോ. അതൊരു 10 വയസ്സുള്ള, 10 ഒരു 8 വയസ്സുള്ള കൊച്ചിന്റെ കോട്ടാണ് കേട്ടോ. അയ്യോ ഇതെന്താ ഇത് എന്ന് പറയുമ്പോഴേക്കും, ആ ഇതാണ് നീ തന്ന കോട്ട്. അയ്യോ ഇതെന്താ ചെറിയ തുണി, ഇത് ഞാൻ കൊടുത്ത തുണിയല്ല. അപ്പോഴേക്കും അശ്വിൻ പറഞ്ഞിട്ട് ഇതെന്തോ വില കുറഞ്ഞ തുണി, അയാളുടെ വീട്ടിലേതോ തുണി വെച്ച് തയ്പ്പിച്ച പോലെ ഉണ്ടെന്ന് പറയാണ്. എന്നാലും ആ തയ്യൽക്കാരനെ പറ്റിച്ചല്ലോ ചേട്ടാ, അയ്യോ ഇതെന്തൊരു കഷ്ടാന്ന് പറയാണ്. അശ്വിൻ പറഞ്ഞിട്ട് സാരില്ല ശ്രുതി, അവർക്ക് മാറിപ്പോയതായിരിക്കും, എന്നാലും ആ കടക്കാരനെ വെറുതെ വിടില്ല എന്ന് പറയണം. അശ്വിൻ പറയുന്നുണ്ട് എനിക്ക് ഈ സമ്മാനം ഒന്നും വേണ്ട, എനിക്ക് മറ്റേ സ്പെഷ്യൽ സമ്മാനം മതി എന്ന് പറയണം. അങ്ങനെ അശ്വിന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കാണ്. അശ്വിനും തിരിച്ച് ശ്രുതിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം അവർ കട്ടിലിൽ കിടക്കാൻ വേണ്ടി പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്ന രാവിലെയാണ്. രാവിലെ ശ്രുതി ആ കോട്ടൊക്കെ ആയിട്ട് ആ തയ്യൽക്കടയിലേക്ക് പോകുക കേട്ടോ. ആ തയ്യൽക്കാരൻ, അതായത് വലിയൊരു തയ്യൽക്കടയാണത്, തയ്യൽക്കട എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു ഇതാണത്. സാധാരണ ഒരു ചെറിയൊരു ഷോപ്പൊന്നല്ല, വലിയ ഷോപ്പാട്ടോ. അപ്പൊ അവിടേക്ക് ശ്രുതി പോയിട്ട് ആ കുപ്പായം അയാളുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ എന്നെ നാണം കെടുത്തി, എന്റെ ഭർത്താവിന്റെ പിറന്നാളിന് വേണ്ടിയിട്ടാ ഞാൻ ഈ കോട്ട് തയ്ക്കാൻ വേണ്ടി പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾ എന്ത് പണിയാ കാണിച്ചതെന്ന് ചോദിക്കുകയാണ്. എന്ത് പറ്റി മേഡം, ഇത് നോക്കൂ, ഞാൻ എന്നാൽ തണ്ടും തടിയുള്ള ആളുടെ അളവ് എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്, ഇതൊരു ചെറിയ കുട്ടിയുടെ കോട്ടാണ്. അയ്യോ മേഡം എന്ന് പറയുമ്പോഴേക്കും, അതെ ഞാൻ തന്നെ അളവെടുത്ത് തന്നതാണ്, എനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല, നിങ്ങളുടെ ഭാഗത്തെ തെറ്റ് എന്ന് പറയണം. അപ്പോഴേക്കും അയാൾ ചോദിക്കണ്ട, അല്ല മേഡം ഏത് പേരിലാ തയ്ക്കാൻ കൊടുത്തത് എന്ന് ചോദിക്കുകയാണ് തുണി. എന്റെ ഭർത്താവിന്റെ പേരിൽ, ASRന്റെ പേരിൽ എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ അവിടെ ഒരു കുട്ടി യെസ് എന്ന് പറയാണ്. യെസ് എന്ന് പറയുമ്പോഴേക്കും ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവിടെ ഒരു ചെറിയൊരു കുട്ടിയാട്ടോ. അപ്പൊ ആ കുട്ടീനെ നോക്കാണ് ശ്രുതി. അപ്പോഴേക്കും എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും, അല്ല നിങ്ങൾ എന്റെ പേര് വിളിച്ചല്ലോ. ഞാൻ വിളിച്ചില്ല മോനെ എന്ന് ശ്രുതി പറയാണ്. അതെ വിളിച്ചു, ASR, അതാ എന്റെ പേര്. ASRോ? അതെ, എന്താ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് അശ്വിൻ ചോദിക്കണ പോലെ ചോദിക്കുകയാണ്. ശ്രുതി ആകെ ഞെട്ടിപ്പോവാട്ടോ. ദേ നിങ്ങൾ കടക്കാരനോട് പറയണ്ടേ, നിങ്ങൾ എനിക്ക് തന്ന തുണിയെ വലിയ ആൾക്കാരുടെ തുണിയാണ്, ഇത് എന്റെ അല്ല എന്ന് പറയുമ്പോൾ തയ്യൽക്കാരൻ പറയണ്ടോ, ഇപ്പൊ മനസ്സിലായി മേഡം, നിങ്ങൾ രണ്ടുപേരുടെ പേര് ASR എന്നായോണ്ട് തുണി മാറിപ്പോയതാ എന്ന് പറയാണ്. അയ്യോ മോനെ സോറി കേട്ടോ, മോനെ തുണി മാറ്റിയെടുത്തു. അതെ ഞാനല്ല സോറി പറയേണ്ടത്, നിങ്ങൾ എന്നോട് സോറി പറയണം, ഞാൻ സോറി പറയില്ല, കാരണം ഞാൻ ASR എന്ന് പറയാണ്. ശ്രുതി ഒന്ന് അത്ഭുതത്തോടെ നോക്കാണ്. ഇതെങ്ങനെ അശ്വിൻ ചെറുതായ പോലെ ഉണ്ട് എന്ന രീതിയിൽ ഇങ്ങനെ നോക്കാണ്. വടി എന്ന് ആ കൊച്ചു ഇങ്ങനെ പറയുന്നുണ്ടോ. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ഷോക്കാവാണ്. ശേഷം ശ്രുതി നേരെ ആ തയ്യൽക്കാരന്റെ കയ്യിൽ നിന്ന് ആ തുണിയും മേടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകാട്ടോ. നേരെ വണ്ടിയിലേക്ക് കയറിയിരിക്കുകയാണ്. അശ്വിൻ ചോദിക്കണ്ടേ, എന്താ ശ്രുതി കോട്ട് കിട്ടിയോ? കിട്ടി. അശ്വിൻ സാർ, ഞാനൊരു അത്ഭുതം കണ്ടു ഇപ്പോ. അത്ഭുതോ? അതെ, കുഞ്ഞ് അശ്വിൻ സാറിനെ കണ്ടുന്നു. എന്നെയോ? കുഞ്ഞിതായിട്ടോ? അതെ, ASR, അവന്റെ പേര് ASR എന്നാ. അങ്ങനെയാ നിങ്ങളുടെ തുണി തമ്മിൽ മാറിപ്പോയത്. ASRോ? അതെ. അയ്യോ അശ്വിൻ സാറിന്റെ അതേ സ്വഭാവം, അശ്വിൻ സാറിന്റെ അതേ സൗണ്ട്, അശ്വിൻ സാറിന്റെ അതേ ഇരിപ്പും നടപ്പും ഒക്കെ അശ്വിൻ സാർ തന്നെയാന്ന് പറയാണ്. എന്നെ പോലെയോ? അതെ, അവനിടയ്ക്ക് വാടി എന്ന് വരെ പറയാറുണ്ട്. അശ്വിനും ഷോക്കാവണം. അപ്പൊ ആ കുട്ടി ആരാണെന്നും എന്താണെന്നും എങ്ങനെയുള്ളതാണെന്നൊക്കെയാണ് ഞാൻ അടുത്ത ഭാഗമായിട്ട് പറയാൻ പോണേട്ടോ. അപ്പൊ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഒന്ന് കമന്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.